ഗുഡ് ഈവനിങ്. രണ്ടാമത്തെ യൂണിറ്റ് 10th സ്റ്റാൻഡേർഡ് രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് പോണത്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്, സ്ക്രീനിൽ ഒരു ചിത്രം ഉണ്ട്. എവിടെയെങ്കിലും പരിചയം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയം ഉണ്ടോ? നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഹി വാസ് എന്തായിരുന്നു? സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പോ അവര് കുട്ടികളോട് എപ്പോഴും എന്താണ് പറഞ്ഞതെന്ന്? ഉയരങ്ങൾക്ക് പറക്കാനുള്ള സ്വപ്നം കാണണം. അപ്പൊ അതാണ് ഇവിടെ സ്പേസിന്റെ ഒക്കെ റോക്കറ്റ് ഒക്കെ വിടുന്ന ചിത്രമുണ്ട് കുട്ടികളുടെ. ഇപ്പൊ എന്താ പറയണ? ഹർ കല പ്രകൃതിക്ക് നക്കൽ ഹെ. എല്ലാ കലകളും പ്രകൃതിന്ന് കോപ്പി അടിച്ചതാണ്. നക്കൽ പറഞ്ഞ അതിന് നമ്മൾ എന്ത് കളേഴ്സ് പ്രകൃതിയിൽ തന്നെയുള്ള കളേഴ്സും നിറങ്ങളും എല്ലാം, പൂക്കളും അതിന്റെ ഓരോ ഇതും സൃഷ്ടികളും എന്താണ്? തന്നെത്താൻ ഉണ്ടാവുന്നതാണ്, മനുഷ്യൻ സൃഷ്ടിച്ചതല്ല. അപ്പൊ അതിന്ന് എല്ലാ മനുഷ്യൻ കോപ്പി അടിച്ചിട്ടുള്ള ഓരോ കലാരൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോ എപ്പോഴും അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം, നമ്മുടെ പ്രസിഡന്റ്, മുൻ രാഷ്ട്രപതി എന്താ പറയണ? എപ്പോഴും നമ്മള് സ്വപ്നങ്ങൾ കാണണം, ഉയരങ്ങൾക്ക് എത്തണം. അപ്പൊ ഇവിടെ ഒരു കഥയാണ് ഐ ആം കലാം കെ ബഹാനെ. ഒരു ഫിലിമി ലേക്കാണ്. ഇതിൽ 2 കഥകളുണ്ട്. മിഹീർ പറഞ്ഞ റൈറ്റർ സ്വന്തം കഥ, അനുഭവങ്ങളുടെ അവളുടെ ബച്പൻ കി യാദേ. ബച്പൻ പറഞ്ഞ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറയാണ്. അതിന്റെ ഒപ്പം വേറെ ഒരു കഥയും കൂടി ഇതിന്റെ ഒപ്പം ഉണ്ട്. അത് മിഹീർ ഒരു സിനിമ കാണാനാണ്. ആ സിനിമയില് മിഹീറിന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു അതും കൂടി കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ 2 കഥകളൊപ്പം പോകുന്നുണ്ട്. അപ്പോ അന്ന് ശ്രദ്ധിക്കണം. ഇതിൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, കുട്ടികൾ തന്നെയാണ്. അപ്പൊ ഐ ആം കലാം കി ബഹാനെ, ഞാൻ കലാമാണ്. അതിന്റെ ആ ബഹാനെ മീൻസ് എന്താണ്? അതേപോലെ ആവണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്? എങ്ങനെയാണ് കലാം പറയും ഇവിടെ രാഷ്ട്രപതി കലാമിന്റെ പോലെ വലിയൊരു സയന്റിസ്റ്റും രാഷ്ട്രപതിയും ഒക്കെ ആവണം, ഉയരങ്ങൾക്ക് എത്തണം എന്നാണ് ഒരു കുട്ടിയുടെ ആഗ്രഹം. അപ്പൊ എങ്ങനെയാണ് ആ കുട്ടി എത്താൻ പറ്റുന്നുണ്ടോ? ഈ കഥ വായിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം ഇതിൽ കഥ എഴുതിയ ലേഖകൻ ആരാണ്? മിഹീർ. മിഹീറിന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറയാണ്. അപ്പൊ മിഹീറിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ സ്കൂളിലേക്ക് പോയത്, എങ്ങനെയാണ് അവര് ഫ്രണ്ട്ഷിപ്പ്, എല്ലാ കാര്യങ്ങളും ഇതില് പറയുന്നുണ്ട്. ഐ ആം കലാം കെ ബഹാനെ. അപ്പോ നമുക്ക് രണ്ടാമത്തെ കഥയിലാണ് എങ്ങനെയാണ് കലാമായിട്ടിത് യോജിച്ച് വരുന്നത്, കമ്പാരിസൺ നടത്തുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾ ഉയരങ്ങൾക്ക് എത്തണം, കലാമിന്റെ പോലെ ഉയരത്തിലേക്ക് എത്തണമായിരുന്നു ആ കുട്ടിയുടെ ആഗ്രഹം. മിഹീർ എഴുതിയ സ്റ്റോറിയാണ്. ഗാവ് കെ സ്കൂൾ മേ മേര ഏക് സാഥി ഥാ. അപ്പൊ മിഹീർ ഒരു ഗ്രാമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, കുട്ടിക്കാലത്ത് പഠിക്കുമ്പോ അവിടെ എന്റെ ഒരു സാഥി പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? മോർപാൽ. जो उसका नाम क्या था? उनका साथी का नाम मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिजे पूछे जाने पर बताया था. അപ്പൊ എന്താണ്? ഒരു ആ മോർപാലിനെ, എന്റെ ഫ്രണ്ട്, എന്താണ്, അംഗ്രേജിക്ക് മാസ്റ്റർ, ഇംഗ്ലീഷിന്റെ സാറോ, എന്താണ് സാറിന്റെ പേര്? തിവാരി. അവരെന്ത് ചോദിച്ചു? ലുക്ക്. ലുക്കിന്റെ സ്പെല്ലിംഗ് എന്ത്? ലുക്ക് കാ മത്ലബ് ക്യാ ഹൈ? ലുക്ക് മത്ലബ് പറഞ്ഞ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. സഹി ഹിജെ പൂछे जाने पर बताया LOOK ലുക്ക്. അങ്ങനെ ശരിക്കും ഇതില് പൂछे जाने पर, സഹി ഹിജെ പറഞ്ഞ നേരെ പോലെ മാഷ് അവനോട് ലുക്കിന്റെ സ്പെല്ലിംഗ് ചോദിച്ചു. അപ്പൊ എന്താണ് ലുക്കിന്റെ സ്പെല്ലിംഗ്? LOOK. അതിനാണ് LOOK എന്ന് അവ പറഞ്ഞത്. അപ്പോ അവന് ശരിക്കുള്ള സഹി ഹിജെ പറഞ്ഞാണ് നമ്മളുടെ വർത്തമാനം ശരിക്കുള്ള രീതിയിൽ ചോദിച്ചു. ആര്? മാഷ്. ഏത് മാഷ്? ഇംഗ്ലീഷിന്റെ മാഷ്. മാഷിന്റെ പേരെന്താണ്? തിവാരി. അപ്പൊ മാഷിനോട് സ്പെല്ലിംഗ് പറഞ്ഞു. LOOK ലുക്ക്. ലുക്ക് യാനി ലുക്ക് ദേഖ്ന. ലുക്ക് പറഞ്ഞ ദേഖ്ന, നോക്കുക അല്ലെ? LOOK ടു സി അല്ലെ? ദേഖ്ന. അപ്പൊ അംഗ്രേജിന്റെ മാഷ് ഉസ്സെ ലുക്ക് കാ സ്പെല്ലിംഗും ചോദിച്ചു,
उसका अर्थ क्या है, मतलब പറഞ്ഞ അർത്ഥം എന്താണ്. അപ്പൊ देखना, नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथ ही थी. അപ്പൊ ഇവർ രണ്ടുപേരും മിഹീറിന്റെയും മോർപാലിന്റെയും അക്ഷരങ്ങൾ എങ്ങനെ മാ വെച്ചിട്ടാണ് തുടങ്ങണത് അല്ലെ. പെഹല അക്ഷർ അവര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കിയപ്പോ അവര് ഒരുമിച്ചാണ് ക്ലാസ്സിൽ ഇരുന്നിരുന്നത്. ചിലപ്പോ ആൽഫബറ്റിക് മിൽനെ വജഹ സെ ക്ലാസ് കി ദറി പട്ടി, ഇപ്പൊ അതുകൊണ്ട് അവര് കുട്ടികൾ നിലത്തി ഇരുന്നിട്ടാണ് പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ ദറി പട്ടി പറഞ്ഞ അങ്ങനെ പായ എന്തെങ്കിലും വിരിച്ചിട്ടാണ് അവര് ഇരുന്ന് പഠിച്ചു വരുന്നത്. ദറി പട്ടി, ദറി പറഞ്ഞ നമ്മള് ഇത്തരം കട്ടിയുള്ള തുണിയാണ്, കാർപ്പറ്റ് പോലെ തന്നെ ഒരു ഡെറി, അതിലാണ് പായൊക്കെ വിരിച്ചിട്ടാണ് പണ്ട് കാലത്തെ ക്ലാസ്സുകൾ, ബെഞ്ചും ഡെസ്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഒരു കട്ടിയുള്ള തുണിക്കാണ്, ശരിക്കും ഒരു കാർപ്പറ്റ് പറയില്ല, കാർപ്പറ്റ് ഒക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ദറിപ്പെട്ടിയിലായിരുന്നു അവര് ഒരുമിച്ച് ഇരുന്ന് പഠിച്ചിരുന്നത്. के साथ ही दरी पट्टी पर हमारी बैठने की जगह भी साथ ही थी, ഒരുമിച്ച് തന്നെയായിരുന്നു. वही मोरपाल जिसकी मेरे खाने के डिब्बे में രാജ്മ देखते ही बाछे खिल जाती थी. എന്താണ് ആ കുട്ടീനെ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുന്നതെന്ന്, എന്താണ് മിഹിറിന്റെ കൂട്ടുകാരന്റെ പേര്, മോർപാൽ. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനയ്ക്ക് ഡിബ്ബേമേ, എന്റെ ഖാനയ്ക്ക് ഡിബ്ബ പറഞ്ഞ എന്റെ ടിഫിൻ പാത്രല്ലേ, ചോറ് കൊണ്ടുപോണ പാത്രം, അതില് എന്താ കാണാ, രാജ്മ. രാജ്മ പറഞ്ഞ എന്താണ്, നമ്മള് ബീൻസിന്റെ ഒക്കെ കുരു ഉണ്ടാവില്ലേ ഉണക്കി കഴിഞ്ഞാല്, ആ കുരുവിനാണ് നമ്മൾ എന്ത് പറയണു, രാജ്മ. വൻപയർ പോലെ തന്നെ പയറിന്റെ കുരുവാണ് നമ്മൾ ഉണക്കിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ, ഇതുപോലെ ബീൻസിന്റെ കുരു ഉണ്ട്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയാൽ കാണും, അതിനാണ് രാജ്മ പറയാൻ. രാജ്മ ദേഖ്തി ഹി ബാച്ചേ ഖിൽ ജാതി, ബാച്ചേ ഖിൽ ജാന പറഞ്ഞ എന്താണ്, ബാച്ചേ ഖിൽ ജാന എന്താണ്, ബാച്ചേ ഖിൽ ജാന പ്രസൻ ഹോന, എന്താണ് പ്രസൻ ബാച്ചേ ഖിൽ ജാതി തി പറഞ്ഞ പാത്രത്തില് എന്താണ് ചോറും എന്തുണ്ട് കാണാ, മിഹിർ എന്താ കൊണ്ടുവന്നിരുന്നു, പ്രസൻ ഹോന, പ്രസൻ ഹോന, ബാച്ചേ ഖിൽ ജാതി പറഞ്ഞ പ്രസൻ ഹോന, സന്തോഷിക്കുക, എന്താ പറയാ, ഖുഷി. പ്രസൻ പ്രസൻ ഹോന, പ്രസൻ ഹോന. അപ്പോ ഒരുമിച്ച് ഇരുന്നിരുന്നു ക്ലാസ്സില്. ആ സമയത്ത് എന്റെ പാത്രത്തില് മിഹിർ എന്താ കൊടുന്നതെന്ന്, പാത്രത്തില് ചാവൽ ഓർ രാജ്മ, സന്തോഷിച്ചിരുന്നു. ആരെ സന്തോഷിച്ചിരുന്നു, മോർപാൽ. രാജ്മ ദേഖ്തി ബാച്ചേ ഖിൽ ജാതി ഹമാര സൗദാത്തം, ഞങ്ങളുടെ ബെറ്റ് കരാർ പോലെ. എന്താണ്, ഖേൽ ഘണ്ടി മേ ഖാനെ കി അദലാ ബദലി, ഖേൽ ഘണ്ടി പറഞ്ഞ എന്താണ്, PT പീരീഡില് എന്താണ് PT പീരീഡിൽ ഉണ്ടാവുക, ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങള് അദലാ ബദലി, എന്താണ് അദലാ ബദലി, എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു, അപ്പോഴാണ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. വഹി മോർപാൽ जिसकी मेरे खाने के डिब्बे में राजमा देखते ही बाछे खिल जाती थी, हमारा सौदा था, ഞങ്ങളുടെ കരാറുണ്ടായിരുന്നു. സാധാരണ ഇതുപോലെ ഞങ്ങള് ബെറ്റല്ല ഇങ്ങനെ വെച്ചിരുന്നു, എന്താണ് കഴിക്കണ സമയത്ത്. ഖേൽ ഘണ്ടിക്ക് സമയം, ഖേൽ ഘണ്ടിക്ക് സമയം പറഞ്ഞ PT പീരീഡില് ഞങ്ങള് എന്ത് ചെയ്യും, ഭക്ഷണം അദലാ ബദലി, എന്താണ് അദലാ ബദലി പറഞ്ഞ എക്സ്ചേഞ്ച് ചെയ്യാം. നിന്റെ പാത്രത്തില് നീ എടുക്ക, നിന്റെ പാത്രത്തില് ഞാനും എടുക്ക, അങ്ങനെയായിരുന്നു ഇവര് സാധാരണ അതായിരുന്നു അവര് കരാറ് പോലെ. ബെറ്റ് എന്ന് പറയാം, പക്ഷെ കൂടുതൽ നമ്മൾ പറയണ എന്താണ്, ഇതായിരുന്നു അവര്
സോദ അതായിരുന്നു അവര് പറഞ്ഞിരുന്നു. यानी मेरे टिफिन के राजमा चावल, मेरे പറഞ്ഞ ഇവിടെ മിഹീറാണ് കൊടുക്കുന്നത് चावल राजमा, और उसके घर से आया बड़ा सा छाछ का डिब्बा. मेरा എന്താണ് ഛാച്ച് പറഞ്ഞ മോര് കലക്കിയത് ഒരു വലിയ ഡബ്ബയില് തൂക്കുപാത്രത്തില് എന്ത് കൊടുന്നിരുന്നു മോര്. അപ്പൊ മോര് മിഹീറിന് ഇഷ്ടായിരുന്നു. മിഹീർ കൊടുന്ന പാത്രത്തില് ചാവലും രാജ്മ ആർക്കും ഇഷ്ടായിരുന്നു മോർപാൽ. उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा. छाछ का डिब्ബ ആരായിരുന്നു മോരിന്റെ പാത്രം ആരായിരുന്നു ആർക്കാ എക്സ്ചേഞ്ച് ചെയ്യാൻ മിഹീറിന് കൊടുക്കും. उसे पता था कि छाछ मेरी कमजोरी है, എന്റെ വീക്ക്നെസ് ആണ് മോര്. ആർക്കറിയാം മോർപാലിന്. അങ്ങനെ ആലോചിച്ചാൽ മോർപാല് മോര് കൊടുന്നിരുന്നു. പിന്നെ എന്താണ് മിഹീർ രാജ്മ ചാവൽ. പക്ഷെ ഇവര് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നു, എക്സ്ചേഞ്ച് ചെയ്തു. അദലാ ബദലി. क्या बोलते हैं इसे? अदला बदल, एक्सचेंज. कौन से पीरियड में? खेल घंटी में. लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था. തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അന്താസ പറഞ്ഞ കത്തൈ ഒരിക്കലും. കത്തൈ പറഞ്ഞ എന്താണ്? കത്തൈ പറഞ്ഞ കത്തൈ അന്താസ എന്ന ഒരു ഏകദേശം ഇത്രയും ഇതുണ്ടായിരുന്നില്ല. ഒരു എന്ത് कि मेरे लिए राजमा जैसी सामान्य से चीज किसी के लिए इतनी खास हो सकती. എനിക്ക് ഈ രാജ്മ ചാവൽ എന്നും കഴിഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു, ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അന്താസാ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്താണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ചിലവർക്ക് ഇത്രയും പ്രിയപ്പെട്ടത് ആവും. എന്താണ് സാമാന്യ സ്ഥിതി, ഈ സാധാ ചാവലും രാജ്മ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്, ഇത്രയും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മോർപാലിനെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കിസിക്ക് ഇത്തിനി ഖാസ് ഹോ സക്തി, ഇത്രയും എന്താ ഫേവററ്റ് ആയിരിക്കും. ഖാസ് പറഞ്ഞാൽ എന്താണ് ഫേവററ്റ്, ഏറ്റവും ഇഷ്ടമുള്ള സാധനമാവുന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന്. मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी खास हो सकती है. ഇത്രയും ഫേവറേറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന്. എനിക്കിത് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. ഏത് ചാവലും രാജ്മയും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. അപ്പൊ ആ കുട്ടിയുടെ വീട്ടിലത്തെ അവസ്ഥ നമുക്കറിയാം. അവന് ഇതിന്റെ മുമ്പ് രാജ്മ മിഹീർ കൊണ്ടുവരുമ്പോ ടിഫിൻ ബോക്സിൽ കൊണ്ടുവരുമ്പോ രാജ്മ അതിന്റെ മുമ്പ് അവൻ രാജ്മ പറഞ്ഞ സാധനം തന്നെ കണ്ടിട്ടില്ല. ആര്? മോർപാല്. അപ്പൊ അവന്റെ വീട്ടിലത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. കൂടുതലൊന്നും കഴിക്കാനൊന്നും ഇല്ലാത്തോണ്ടാണ് അവൻ എന്നും മോര് പാത്രത്തിലാക്കി കൊണ്ടുവന്നത്. മോർപാലിനെ മേരി ടിഫിൻ ബോക്സ് में रखी രാജ്മ. പിന്നെ ടിഫിൻ ബോക്സിൽ കാണുന്ന രാജ്മ ഇതിന്റെ ജീവിതത്തിൽ ഇതിന്റെ മുമ്പ് കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല. वो हमारे स्कूल के 15 किलोमीटर दूर के किसी गांव में साइकिल चलाता रोज स्कूल आता था. എങ്ങനെയാണ് മോർപാൽ സ്കൂളിലേക്ക് വന്നിരുന്നത്? സൈക്കിള് ഓടിച്ചിട്ട്. എത്ര ദൂരം ഉണ്ടായിരുന്നു അവന്റെ സ്കൂളും വീടും ദൂരം? 15 किलोमीटर, 15 किलोमीटर दूर. सो कितने दूर से वो आता था? 15 किलोमीटर. कैसे आता था? साइकिल पे. എങ്ങനെയാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്? സൈക്കിളില്. मैं आज तक नहीं जान पाया कि कैसे वह उस छाछ के डिब्बे को रोज 15 किलोमीटर बिना बिना जरा भी छलकाए लिए आता था. ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെയാണ് അവന് 15 കിലോമീറ്റർ ഒരു തുള്ളി പോലും പോവാതെ സൈക്കിളിൽ തുളുമ്പാതെ, ചൽക്കായ പറഞ്ഞു ഒരു ചുറ്റുമുടി പുറത്തു പോവാതെ അവന് എങ്ങനെയാണ് ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടി കൊടുന്നു വന്നത്? എങ്ങനെയാണ് ഇത്രയും ദൂരം, എങ്ങനെയാണ് അവന് തുള്ളി പോലെ കളയാതെ സൈക്കിളില് മോര് കൊടുന്നിരുന്നു? എനിക്ക് അത്ഭുതം തന്നെ. मैं स्कूल जाने में रोया करता. ഞാൻ അവിടെ ആരാണ്? മിഹീർ. ഞാൻ സ്കൂളിൽ പോവാ കരഞ്ഞിരുന്നു. റോജ് നെഹി ബഹാനെ ബനായ കർത്ത, എന്നും ഞാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് കരയും. और जब तेज बारिश के दिनों में
स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. എന്താണ് रोज नहीं बहाने. എല്ലാ ദിവസവും എന്തെങ്കിലും എക്സ്ക്യൂസ്, ബഹാന പറഞ്ഞ എക്സ്ക്യൂസ് പറയും. എന്താണ് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമല്ല മിഹീറിന്. എന്തെങ്കിലും എക്സ്ക്യൂസ് എന്താണ്, ചില ദിവസം നല്ല തേജ് ബാരിഷ്. തേജ് ബാരിഷിൽ വിശേഷ ശബ്ദം ഏതാണ്? വിശേഷൻ തേജ്. അപ്പൊ तेज बारिश होने के कारण എന്താണ് दिनों में स्कूल के रास्ते में സ്കൂൾ പോണ വഴിയിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കും. जाने से छुट्टी हो जाया करती, അന്ന് ലീവ് ആവും. तो मैं घर पर नाचा करता. സ്കൂൾ പോണ വഴിയിലൊക്കെ ചിലപ്പോ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എന്തായും, അന്ന് എനിക്ക് സ്കൂളിൽ ലീവ് ആവും. അപ്പൊ ഞാൻ ചാടി കളിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട്? ഭയങ്കര മടിയാണ്. लेकिन मैं समझ नहीं पाता कि मोरपाल और जैसे, പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല എന്ത്, कि മോർപാലും പിന്നെ മോർപാലിനെ പോലെ കുറെ കൂട്ടുകാരും, മേരെ കൈ ഓർ സഹപാഠി എന്ന സഹപാഠിന്റെ വേറെ കൂട്ട്, ബിനാ നാഗ റോഡ് സ്കൂൾ ക്യൂ ചലെ ആത്തെ थे. എല്ലാരും ഒരു നാഗ റോസ് പറഞ്ഞ ഒരു ദിവസം മുടക്കാതെ എന്താണ് അവര് സ്കൂളിലേക്ക് വന്നിരുന്നു. ഇത്രയും ഇഷ്ടമായിരുന്നു കുട്ടി. ആ മോർപാൽ പറഞ്ഞ കുട്ടി മോർപാലിന്റെ പോലെ എന്താണ് അവരെ കൂട്ടുകാരും ഹാജർ കിട്ടാൻ വേണ്ടിയിട്ട് നാഗ റോസ് അങ്ങനെ ബിനാഗ ഒരു ദിവസം പ്രസന്റ് മുടക്കാതെ. ഹാജർ കിട്ടില്ല, നമ്മള് സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താണ് ആബ്സെന്റ് മാർക്ക് ചെയ്യും അല്ലെ. ഇവിടെ സ്കൂളില് പ്രസന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നും സ്കൂളിലേക്ക് പോകും. उनका स्कूल को लेकर प्रेम इतना गहरा था. അവർക്ക് സ്കൂളായിട്ട് അത്രയും ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. कि रविवार പറഞ്ഞ സൺഡേ, कि छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. രവിവാർ പറഞ്ഞ എല്ലാ സ്കൂളും അവധിയാവും അല്ലെ. അപ്പൊ അന്ന് छुट्टी का दिन, അന്ന് അവധി ദിവസമാവും. उनके लिए हफ्ते का, ആ വീക്കത്തെ അവസാനത്തെ ദിവസം ഏതാണ്? സൺഡേ ആണ്. അന്നത്തെ ദിവസം അവർക്ക് ബുറാദിൻ ഹോയാ കർത്ത. ബുറാദിൻ പറഞ്ഞ ചീത്ത ദിവസമായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും സ്കൂളിൽ പോകണമെന്നായിരുന്നു മോർപാലിന്റെ പോലെ കുറെ കുട്ടികൾക്ക്. പക്ഷെ മിഹീറിനോ സ്കൂളിൽ പോവാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. മോർപാലിന് തീരെ എന്താണ് സ്കൂളിൽ നിന്ന് ഒരു അവധി കിട്ടുക പറഞ്ഞാൽ അത് അവന്റെ പോലത്തെ പല വേറെ സഹപാഠികളുണ്ട്. സഹപാഠി പറഞ്ഞ ഫ്രണ്ട്സ്. സോ ദൂസരെ ദോസ്തോ കോ ബി എന്താണ് ആ കുട്ടികൾക്കും രവിവാർ കാ ദിൻ ബുരാ ദിൻ ഹോത്താ. അപ്പൊ ഇവിടെ നമ്മളുടെ മോർപാല എത്ര ദൂരത്തുനിന്ന് സ്കൂളിൽ നിന്ന് വരുന്നത്? 15 കിലോമീറ്റർ. और वो खाने में क्या लाता? ഭക്ഷണത്തിന് എന്താണ് കൊണ്ടുവന്ന്? ഛാജ്. और मिहिर क्या लाता? चावल और राजमा. किसको स्कूल जाना पसंद था? മോർപാൽ को അല്ലെ. ആർക്കാണ് ഇഷ്ടം സ്കൂളിൽ പോവാൻ എല്ലാ ദിവസവും? രവിവാർ का दिन उनके लिए बुरा. ഏത് ദിവസമാണ് ചീത്ത ദിവസം? रविवार का दिन. किसको स्कूल जाना नहीं पसंद था? मिहिर को. इसलिए सब दिन स्कूल जाने के में उसका मन बहुत था. किसका? മോർപാൽ का. എല്ലാ ദിവസം അവന്റെ സ്കൂളിൽ പോണ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചീത്ത ദിവസം രവിവാർ ആയിരുന്നു. सो हफ्ते का सबसे बुरा दिन हुआ करता. मैं स्कूल की नीली काकी യൂണിഫോം से हमेशा चिड़ा करता. ഇനി അടുത്തത് എന്താണ്? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, സ്കൂളിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത യൂണിഫോമിന്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് അവര് സ്കൂളിന്റെ യൂണിഫോമിന്റെ നിറം എന്തായിരുന്നു? നീലി കാക്കി. കാക്കി പറഞ്ഞ കാപ്പി കളർ ഉണ്ടാവില്ലേ? പോലീസും കണ്ടക്ടറും ഒക്കെ അവരുടെ ഡ്രസ് ഇല്ലേ കാക്കി, അതാണ് കാക്കി കളർ. നീലി പറഞ്ഞ നീല നിറം. നീലി കാക്കി യൂണിഫോം സെ ഹമേഷ ചിടാക്കർ. അപ്പൊ മിഹീറിനെ അങ്ങനത്തെ ആ കളർ യൂണിഫോം തന്നെ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം ആ കുട്ടീന്റെ നീല ഷർട്ട് ഇടുന്നുണ്ട് അല്ലെ, താഴെ പാന്റ് കാക്കി നിറത്തിലാവും. യൂണിഫോം സെ ഹമേഷ ചിടാക്കർ. ചിടാവ് എനിക്ക് ദേഷ്യം, എനിക്ക് ഇഷ്ടം തന്നെ എന്തായിരുന്നു ആ യൂണിഫോം. और उसे पहनना हमेशा टाला करता. ആ ഡ്രസ് ഇടുക പറഞ്ഞാൽ ഞാൻ എങ്ങനെയും ഒഴിവാക്കാം. ടാല പറഞ്ഞ ഇഷ്ടമുണ്ടായിരുന്നില്ല.
वही मोरपाल मुझे जब भी दिखा. ആ സ്ഥാനത്ത് ആ സ്ഥാനത്ത് ഞാൻ മോർപാലിനെ എപ്പോ കണ്ടു അവനെ എപ്പോഴും യൂണിഫോമിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനൊരു യൂണിഫോം ഇടാൻ എങ്ങനെയെങ്കിലും അവസരം, അത് ഇടാതിരിക്കാനുള്ള അവസരം കാത്തിരിക്കുന്നു. എപ്പോഴും മുടക്കാനായിട്ട്. ഇട്ടാലാ പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും മുടക്കണം, ഇടാതിരിക്കണം. സ്കൂളിൽ പോണതും ഞാൻ എങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല, യൂണിഫോം ഇടുന്നതും ഇഷ്ടമുണ്ടായിരുന്നു. हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा. एक बार तो मुझे याद है कि मोहल्ले को किसी शादी में യൂണിഫോം എപ്പോ ഞാൻ മോർപാലിനെ കണ്ടു, അവൻ എപ്പോഴും യൂണിഫോമിൽ തന്നെ കണ്ടിട്ടുള്ളൂ. ഹമേഷ വഹി സ്കൂൾ की യൂണിഫോം പെഹനെ ഹി ദിഖ. എന്നും അവന് സ്കൂളിന്റെ യൂണിഫോമിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली काकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था. ഒരു ദിവസം എന്തുണ്ടായത്, മൊഹല്ലമേ അവരെ പരിസരത്ത് ആ ഗ്രാമത്തില് അവിടെ ഒരു കല്യാണം ഉണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്. एक बार तो मुझे याद है, എനിക്ക് ഓർമ്മയുണ്ട് कि മൊഹല്ലെ की किसी शादी, ഒരു ഞങ്ങളുടെ ഗ്രാമത്തില് അയൽവാസി ആ ഏരിയയില് നമ്മള് അപ്പൊ അവിടെ കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിലും എന്താണ്, മോർപാൽ ഏത് ഡ്രസ്സാണ് ധരിച്ചിട്ട് വന്നിട്ട്, നീലി കാക്കി സ്കൂൾ യൂണിഫോം ദേഖ് മേ ഹെറാൻ രഹ ഗയാ താ. എന്താണ്, ഞാൻ അന്തം വിട്ടുപോയി. സർപ്രൈസ്ഡ്. ഹെറാൻ പറഞ്ഞ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്ത്, ആ കല്യാണത്തിനും കൂടി ഞാന് ഏതിലാണ് കണ്ടത്, മോർപാലിനെ യൂണിഫോം ഇട്ടിട്ട്. ഏത് കല്യാണത്തിനൊക്കെ നമ്മൾ പോകുമ്പോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ പോവാ. പക്ഷെ മോർപാലെടുത്ത് വേറെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഡ്രസ്സ് ആകെ ഉള്ളത് ഏതായിരുന്നു, യൂണിഫോം മാത്രം. നമുക്ക് അവരുടെ വീടിന്റെ അവസ്ഥ അറിയാം. ഭക്ഷണത്തിന് അവന് മോരാണ് കൊടുന്നിരുന്നത്. പിന്നെ എപ്പോഴും അവന് യൂണിഫോം തന്നെ ഇട്ടിരുന്നു. അപ്പൊ നല്ലൊരു ഡ്രസ്സ് പറഞ്ഞത് അവൻ്റെ അടുത്ത് ആകെ യൂണിഫോമേ ഉള്ളൂ. അപ്പൊ അതാണ് അവന് ഇന്ന് കല്യാണത്തും കൂടി. അപ്പൊ ആരെങ്കിലും നമ്മളൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ആരെങ്കിലും യൂണിഫോം ഇട്ട് പോവോ? അപ്പൊ ഡ്രസ് കോഡൊക്കെ ഉണ്ട് അല്ലേ, അത് യൂണിഫോം വിടില്ല. പക്ഷെ അവന്റെ അടുത്ത് ആകെ ഒരു ഡ്രസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിന് എന്താണ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, യൂണിഫോം ഇടാനും ഇഷ്ടമില്ല ആർക്ക്, മിഹീറിന്. പിന്നെ സ്കൂളിൽ പോവാനും ഇഷ്ടമില്ല. പക്ഷെ വേറെ പക്ഷത്തിലോ മോർപാലിനോ അവന് യൂണിഫോമിനെ ഇഷ്ടം, സ്കൂളിൽ പോവാനും ഇഷ്ടം. അവരുടെ യൂണിഫോമിന് നിറം എന്താണ്, നീലി കാക്കി യൂണിഫോം. അപ്പൊ അതുപോലെ यह मुझे बहुत बाद में समझ आया. പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. എന്ത്, यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था. അപ്പൊ നമുക്ക് ഇപ്പോഴൊക്കെ നിങ്ങളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയും ഇതൊക്കെ. പക്ഷെ ഒരു കുറെ വലിയ കുട്ടികളാവുമ്പോൾ എന്താ നമുക്ക് തോന്നുക, ആ സ്കൂൾ ലൈഫിനായിരുന്നു നല്ലത്. ആ സമയത്ത് ഇപ്പൊ മിഹീർ പറയാണ്, എനിക്ക് ഏറ്റവും മോശമുള്ള ദിവസങ്ങളായിരുന്നു സ്കൂളിൽ പോവാ പറഞ്ഞ, അത്ര മടിയെന്ന്. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുന്നു, ഇപ്പൊ മിഹീർ വലിയ ലേഖകനൊക്കെ ആയപ്പോ എന്താണ് ആലോചിക്കുന്നത്, എനിക്ക് ചീത്ത സമയം, ഞാൻ ഏതിനാണ് ചീത്ത ബുരാ സമയം മാന്താത്ത, നമ്മളുടെ ഏറ്റവും നല്ല സമയമായിരുന്നു. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇത് മുझे बहुत बाद में समझ आया. പിന്നീട് എനിക്ക് കുറെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. എന്ത്, कि जिस स्कूल में बिताए समय, ഏത് സ്കൂളിലാണ് ഞാൻ സമയം ചെലവഴിച്ചത്, मैं अपने बचपन का सबसे, എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും ചീത്ത സമയമാണ് വിചാരിച്ചിരുന്നത്, അത് शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. ഞാൻ വിചാരിച്ച് എനിക്ക് ചീത്ത സമയമായിരുന്നു, പക്ഷെ ആ മോർപാലിന് ഏറ്റവും നല്ല സമയമായിരുന്നു ആ കുട്ടിക്കാലം. നമ്മളൊക്കെ വിചാരിക്കും ഇങ്ങനെയെങ്കിലും വലിയ കുട്ടികളായാൽ മതി. പക്ഷെ ഏറ്റവും നല്ല ലൈഫ് ഏതാണ്, ബച്പന് കുട്ടിക്കാലം തന്നെ ഏറ്റവും നല്ലത്. അപ്പൊ നമ്മള് വിചാരിക്കും ഇപ്പൊ പഠിക്കാണ്ട് കുറെ ഉണ്ട് അങ്ങനെയെങ്കിലും സ്ഥലം കഴിച്ചിലാവാൻ അല്ലേ. പക്ഷെ ഇതൊക്കെ ഏറ്റവും നല്ല മനുഷ്യന്റെ ജീവിതത്തില് എന്താണ്, ബച്പനാണ്, ചൈൽഡ്ഹുഡ്. ഏറ്റവും ബെസ്റ്റ് സമയമാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ മിഹീറിന്റെ അനുഭവം പറയാണ്, ഞാൻ ഏറ്റവും മോശപ്പെട്ട സമയം വിചാരിച്ചത് അത് മോർപാലിന്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ ആയിരുന്നു.
वही मोरपाल के लिए जिस उसके जीवन का सबसे अच्छा സമയം होता था. ഏറ്റവും നല്ല സമയം. ഇവിടെ വിപരീതമുണ്ട്. അച്ഛ ബുര. ബുര പറഞ്ഞ ചീത്തത്, അച്ഛ വിപരീതം എന്താണ്? ബുര അച്ഛ. ഘർ കി അപ്പൊ ആർക്കായിരുന്നു ബുര സമയം? ബുര വിചാരിച്ചിരുന്നത് മിഹിർ. അച്ഛ മോർപാൽ. അപ്പോ സ്കൂളിലത്തെ ഏറ്റവും ബച്പൻ കാ സമയം അച്ഛ കിസ്കോ ലഗ്താ ഥാ? മോർപാൽക്കു. ഏറ്റവും നല്ല സ്കൂൾ ലൈഫ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്? മോർപാലിന്. ഏറ്റവും ചീത്ത സമയം ആർക്കാണ് തോന്നിയിരുന്നത്? മിഹിറിന്. घर की कमर तोड़ मेहनत और खेत मजदूरी की से इतर दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता था. അപ്പൊ ഇവിടെ മിഹിറിന്റെ വീടിന്റെ അവസ്ഥ എന്തായിരുന്നു? അവന് പഠിക്കും വേണം, അതിന്റെ ഒപ്പം എന്താണ്, പണിയെടുക്കും വേണം. അത്രയും കമർത്തോട് പറഞ്ഞ നല്ല എല്ലുമുറിയെ പണിയെടുക്കണം. ഘർക്കി കമർത്തോട് മെഹനത്ത്. നമ്മള് എല്ലുമുറിയെ പണിയെടുത്തിട്ട് ഖേത്ത് വയലുകളിൽ പണിയെടുത്തിട്ട് ഇത്തർ ബാക്കി ശേഷ ദിനം, ഇത്തർ പറഞ്ഞ ബാക്കി ദിവസം, ऐसा एकमात्र समय जब वह बच्चा बना रह सकता था. ബാക്കി സമയം അവൻ സ്കൂളിൽ കുട്ടിയാണെന്ന് അപ്പോഴാണ്. അപ്പം പഠിക്കുകയും ചെയ്തിരുന്നു, നല്ല പണിയെടുത്തുന്നു. അവന്റെ पिताजी के साथ वो खेत में खेत मजदूरी करता था. പിതാജിയുടെ ഒപ്പം എന്താണ്, കൃഷിയിൽ സഹായിച്ചിരുന്നു. മേരി ലിയെ സ്കൂൾ യൂണിഫോം ബോജ് था. എന്താ പറഞ്ഞ്? എനിക്ക് എങ്ങനെയായിരുന്നു സ്കൂൾ യൂണിഫോം? ഭാരമായിരുന്നു. ബോജ് പറഞ്ഞ ഭാരമായിരുന്നു അല്ലേ? മേരെ പാസ് ഉസ്സെ ബെഹത്തർ കപ്പടെ थे. മോർപാലിന്റെ അടുത്ത് ആകെ ഒരു യൂണിഫോം ആയിരുന്നു നല്ലത് അല്ലേ? പക്ഷെ എന്റെ അടുത്തോ, മിഹിറിന്റെ അടുത്ത് എത്രയും ബെഹത്തർ കബ്ദിലും നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ട്. ബെഹത്തർ നല്ല നല്ല ഡ്രസ്സുകൾ, ബെഹത്തർ കപ്പടെ थे जिन्हें मेरे अपनी पसंद से बड़े. ഞാൻ എന്റെ ഇഷ്ടത്തിന്, പസന്ത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കടകളെന്നോ വലിയ വലിയ സിറ്റിന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था. ബഡേ ബഡേ മാർക്കറ്റിൽ നിന്ന് എന്താണ്, ഇതിന്ന് കടകളിൽ നിന്ന്, സിറ്റി ടൗണിൽ നിന്നൊക്കെ പോയിട്ട് ഞാൻ മേടിച്ചതാണ് ഡ്രസ്സുകൾ. ലേക്കിൻ മോർപാൽ കെ പാസ് ഏക് മാത്ര എന്താണ്, കമീസ്. എന്താണ് ഏക് മാത്ര കമീസ് മാത്രം. എന്താണ് ഏക് മാത്ര പറഞ്ഞു? ഒറ്റ ജോഡി മാത്രമേ ഉള്ളൂ നല്ലത്. लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वह नीली कमीज ആണ് മോളത്തെ ഷർട്ടിന് പാന്റ്. അത് ഏതായിരുന്നു നല്ലത്? നീലി കാക്കി സ്കൂൾ യൂണിഫോം ഹീത്തി. അപ്പൊ ബെഹത്തർ നല്ലൊരു ഡ്രസ്സ് പറയണത് മോർപാലടുത്ത് എന്തായിരുന്നു? ആ യൂണിഫോം മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമാണ് എന്ത്? स्वाभाविक था कि वह उसे ही ഷാദി മേ പെഹൻകർ ആത്ത. സ്വാഭാവികമാണ് അവന്റെ അടുത്ത് ഏറ്റവും നല്ല ഡ്രസ്സ് പറയണത് ഏതാണ്? യൂണിഫോം മാത്രമേ ഉള്ളൂ. അപ്പോ അവൻ അതല്ലേ കല്യാണത്തിന് ഇട്ട് വരിക, കീറി പഞ്ചറായതൊന്നും ഇട്ട് വരില്ലല്ലോ. അപ്പോ പറയാണ്, മിഹിറിന്റെ കുട്ടിക്കാലം അനുഭവം പറയാണ്. എന്താണ് എന്റെ കൂട്ടുകാരന്റെ അവസ്ഥ? അവന് വീട്ടിലത്തെ എല്ലാ എല്ലുമുറിയ പണിയെ കഷ്ടപ്പാടായിരുന്നു. വീട്ടില് ഖേത്തിബാടി പറഞ്ഞ കൃഷിയില് എല്ലാം നല്ല പണിയെടുക്കും വേണം, അതിൻ്റെ ഒപ്പം പഠിക്കും വേണം. പിന്നെ അവന്റെ അടുത്ത് വീട്ടിലത്തെ അവസ്ഥ നമുക്ക് ഇതുകൊണ്ട് തന്നെ അറിയാം. ഡ്രസ്സുകളില്ല, ഭക്ഷണം കൊണ്ടുവരുന്നത്. പക്ഷെ പഠിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലേക്ക് വരിക പറഞ്ഞ ഹാജരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ ഈ കഥ നമ്മളുടെ മിഹിറിന്റെ കുട്ടിക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേറൊരു കഥ നമ്മളുടെ തുടങ്ങുന്നുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഈ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത് ആരൊക്കെയാണ്? രണ്ട് കഥാപാത്രങ്ങള്, മിഹിറും മോർപാലും. മിഹിറും മോർപാലിന്റെയും കൂട്ടുകെട്ട് എങ്ങനെയാണ് അവർ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്? അവര് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും അദലാ ബദലി करने के बाद उनकी दोस्ती हो गई. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തുടങ്ങി? ഭക്ഷണം എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ. അപ്പോ മോർപാൽ എന്താ കൊടുന്നതെന്ന്? ഛാജ്. മിഹിർ എന്താ കൊടുന്നതെന്ന്? ചാവൽ ഓർ രാജ്മ. അങ്ങനെ ഖേൽ ഘട്ടി PT പീരീഡിൽ ഇവർ എന്ത് ചെയ്തിരുന്നു?
ഇവര് ഭക്ഷണം എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ ഇവന് ഇതിന്റെ മുമ്പേ മോർപാൽ എന്താണ് ഈ ഭക്ഷണം എന്താണ് രാജ്മ ഈ ടിഫിനിൽ മിഹിർ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഭക്ഷണം തന്നെ അവൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന. അപ്പോഴാണ് മിഹിറിന് മനസ്സിലായി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ഇത്രയും ഫേവററ്റ് ആർക്കെങ്കിലും ആവുന്ന ഇന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നല്ല സന്തോഷത്തോടെയാണ് മോർപാല് ആ ഭക്ഷണം കഴിച്ച് രുചിച്ചറിയണ്. അതിന്റെ പോലെ തന്നെ മിഹിറിന് മോര് നല്ല ഇഷ്ടമാണ്, ഛാജ്. അങ്ങനെ രണ്ടുപേരെയും ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഡീപ്പ്, നല്ല കൂട്ടുകാരാവും അവരെ ഭക്ഷണത്തിന്റെ. അതിന്റെ ഒപ്പം ഇവര് എന്താണ് സ്കൂളിൽ നിന്ന് ഈ കുട്ടി വരുന്നത് മോർപാല എവിടെ നിന്നാണ് ഇത്ര ദൂരത്ത് നിന്ന് സൈക്കിളിലാണ് വന്നിരുന്ന്. അങ്ങനെ ഒരു തുള്ളി പോലെയും ആ ഡബ്ബേന്ന് കളയാതെ അവൻ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നു. എന്ത് ആ സൈക്കിള് 15 കിലോമീറ്റർ ദൂർ എന്നാണ് സ്കൂളിലേക്ക് അവൻ വന്നിരുന്നത്. അങ്ങനെ ഇവന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്ക്? മോർപാലിന്. മിഹിറിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ചുട്ടിയാണെങ്കിൽ സ്കൂളിലത്തെ അവധി പ്രഖ്യാപിച്ചാല് വേഗം സന്തോഷിച്ച് ചാടും. അതുപോലെ മോർപാലിന് സ്കൂള് പറഞ്ഞ ഭയങ്കര ഇഷ്ടം. ഒരു ദിവസവും അവര് ഒഴിവാക്കാതെ എന്നും സ്കൂളിലേക്ക് വന്നിരുന്നു. സ്കൂളിന് ഒഴിവ് പറഞ്ഞ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താണ് സ്കൂളിലേക്ക് വരുമ്പോൾ അധികം അവർക്ക് യൂണിഫോം ഉണ്ടായിരുന്നു അല്ലെ? നിങ്ങൾക്ക് യൂണിഫോം ഇല്ലേ? അപ്പൊ അതുപോലെ ഇവരുടെ യൂണിഫോമിന്റെ നിറമാണ് നീലി കാക്കി. നീലി കാക്കി യൂണിഫോം ആണ് ഇവരെ ഉള്ളത്. അപ്പൊ യൂണിഫോം എന്നും ഇട്ട് വരുന്നതിന് മിഹിറിന് ഇഷ്ടം. സ്കൂളിലേക്ക് വരാൻ തന്നെ ഇഷ്ടമില്ല. അപ്പൊ യൂണിഫോമിന്റെ കാര്യം തീരെ പറയണ്ട. അതും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ യൂണിഫോം ഒരു ദിവസം എന്താണ് കല്യാണത്തിന് കാണുമ്പോ, മോർപാലിന്റെ കല്യാണത്തിന് കാണുമ്പോ അന്നും അവന് യൂണിഫോം ഇട്ടതാ കണ്ടത്. എന്തുകൊണ്ടാണ് അവന്റെ അടുത്ത് ഏറ്റവും നല്ല ഡ്രസ്സ് പറയണത് എന്താ ഉള്ളത്? ഒരു നല്ല ജോഡി ഡ്രസ്സ് പറയണത് യൂണിഫോം മാത്രമല്ല. അപ്പൊ സ്വാഭാവികമാണ് അവൻ ആ യൂണിഫോം ഇട്ടിട്ടിന് ഉള്ളു കല്യാണത്തിന്. പിന്നെ സ്കൂളില് എന്തായിരുന്നു? സ്കൂളിലേക്ക് വരുമ്പോ മാത്രം യൂണിഫോം ഇടാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ കുട്ടീന്റെ അടുത്ത് നല്ല ഡ്രസ്സ് പറഞ്ഞ അതന്നെ ഉള്ളൂ. പിന്നെ മിഹിറിന്റെ അടുത്ത് കുറേ നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ട്. ടൗണിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് കുറേ ഡ്രസ്സുകൾ ഉണ്ട്. അതുകൊണ്ട് അവൻ ഇതിലും നല്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ടിപ് ടോപ്പ് നല്ല വില കൂടിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോയത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതറിയണം, രണ്ടുപേർക്കും എന്തൊക്കെയാ ഇഷ്ടമുണ്ടായിരുന്നു, ഇഷ്ടമില്ലാത്തത്. അപ്പൊ ഇവിടെ മിഹിറും മോർപാലിന്റെയും രണ്ട് ഡിഫറൻസ് നമ്മൾ പഠിച്ചു വെക്കണം. മിഹിറിന് ഛാജ് ഇഷ്ടമായിരുന്നു, മോർപാലിന് चावल राजमा. मिहिर ने स्कूल जाना पसंद नहीं था, मोरपाल को स्कूल जाना पसंद था. फिर मिहिर को नीली काकी यूनिफॉर्म पसंद नहीं था, मोरपाल को नीली काकी यूनिफॉर्म पसंद था. പിന്നെ ആരാണ് സ്കൂളിൽ പോവാൻ रोया करता? वो मिहिर रोया करता. और कौन पसंद करता था स्कूल जाने के लिए? वो मोरपाल था. मोरपाल को स्कूल जाना पसंद था. पायम कलाम के बहाने किसने लिखी है? ആര് എഴുതിയതാണ് ഈ സ്റ്റോറി? മിഹിർ. മിഹിറിന്റെ സാथी कौन था? മിഹിറിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? മോർപാൽ. गांव के स्कूल में उसका एक साथी था. मेरा फर्स्ट लाइन നോക്കിക്കേ, साथी था. ഫസ്റ്റ് ലൈനിൽ നോക്കിയേ, ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാഥി. ഇവിടെ മേര പറയണത് ആരാണ്? മിഹിർ, ലേഖകൻ അല്ലെ? എന്താണ് എന്റെ സാഥിയുടെ പേര്? മോർപാൽ. എന്താണ് അവര് അംഗ്രേജിന്റെ മാസ്റ്ററിന്റെ പേര്? തിവാരി. തിവാരി സാറ് എന്താണ് വിഷയം പഠിപ്പിച്ചിരുന്നത്? ഇംഗ്ലീഷ്. അവരെന്താണെന്ന് ചോദിച്ചൊരു സ്പെല്ലിംഗ് ചോദിച്ചില്ല. എന്തായിരുന്നു? LOOK, ലുക്ക്. മിഹിർ ഓർ മോർപാൽ ദോനോ സാത്ത് സാത്ത് ബാഠത്തെ थे. എന്താണ്? അവർ ഒരുമിച്ചാണ് ഇരുന്നിരുന്നത്. അപ്പൊ എന്ത് കാണുമ്പോഴാണ് മിഹിർ
മിഹിർ അല്ലേ. മോർപാലിന് ഭയങ്കര സന്തോഷമാണ്. ബാച്ചി ഖിൽ ജാന. എന്താണ് ബാച്ചി ഖിൽ ജാന പറഞ്ഞ? സന്തോഷിക്കുക, പ്രസൻ ഹോന. അപ്പൊ ഭയങ്കര സന്തോഷം ആർക്കുണ്ടായിരുന്നു? രാജ്മ ചാവൽ കാണുമ്പോ മോർപാലിന്. മോർപാൽ കോ ഖാനെ മേ ക്യാ പസന്ദ് ഥാ? എന്താണ് മോർപാലിന് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു സ്കൂളില്? മിഹിർ കൊടുന്ന രാജ്മ ചാവൽ. അപ്പം ഇവനെന്താ ചെയ്യാ? മിഹിർ എന്താണ് കഴിക്കുക, കുടിക്കുക? ഛാജ് പറഞ്ഞ മോര്. അപ്പൊ എങ്ങനെ ആലോചിച്ചു? മോർപ്പാല് മോര് കൊടുന്നിരുന്നു, മറ്റോനെന്തായിരുന്നു? മിഹിർ ചാവലും രാജ്മ. എന്നിട്ട് അവര് അത് എക്സ്ചേഞ്ച് അതിലാ ബദലി കത്ത്. മിഹിർ സ്കൂൾ കോ ക്യാ ലാത്ത? അവനെന്താ മിഹിർ സ്കൂളിലേക്ക് കൊടുന്നിരുന്നു? രാജ്മ ചാവൽ. മിഹിർ കൊടുന്നിരുന്ന് ഛാജ്. പിന്നെ മിഹിർ എങ്ങനെ कैसे वो स्कूल में आता था? നടന്നിട്ടാണോ വന്നിരുന്ന്? ബസ്സിലാണോ വന്നിരുന്ന്? വണ്ടി, കാളവണ്ടിയിലോ? സൈക്കിളിൽ അല്ലേ? മോർപാൽ का സ്കൂൾ कितना दूर था? എത്ര ദൂരം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ദൂരം എത്ര ഉണ്ടായിരുന്നു? 15 കിലോമീറ്റർ, 15 കിലോമീറ്റർ. कौन स्कूल जाने को रोया करता? ആരാണ് സ്കൂളിൽ പോവാൻ കരഞ്ഞിരുന്നത്? പറഞ്ഞേ. സ്കൂളിൽ പോവാൻ കരഞ്ഞിരുന്ന ആരാണ്? മിഹിർ. ആർക്കാണ് സ്കൂളിൽ പോവാൻ ഇഷ്ടമുണ്ടായിരുന്ന? അത് മോർപാല്. പിന്നെ അവര് യൂണിഫോമിന്റെ നിറം, യൂണിഫോം का रंग क्या था? നീലി കാക്കി. കിസെ യൂണിഫോം പസന്ദ് था? ഇഷ്ടമുണ്ടായിരുന്ന യൂണിഫോം ആർക്കായിരുന്നു? മോർപാലിന്. കിസെ യൂണിഫോം പസന്ദ് नहीं था? ബോജായിരുന്നു, യൂണിഫോം ഒരു ഭാരമായിരുന്നു. അതാർക്കായിരുന്നു? മിഹിറിന്. പിന്നെ ആരുടെ അടുത്ത നല്ല കപ്പട ഉണ്ടായിരുന്നു? किसके पास अच्छे कपड़े थे? मिहिर के पास. कहाँ से खरीदा? शहर के बड़े बाजारों से. ले എവിടെ നിന്നാണ് മേടിക്കുന്നത്? സിറ്റി, ടൗണത്തെ വലിയ വലിയ കടകളിലെ शहरों के बड़े बाजारों से खरीदा था. से भी बेहतर कपड़े थे. जिसके जीवन में स्कूल सबसे अच्छा समय था. ആരെ സ്കൂൾ ജീവിതത്തിലാണ് സ്കൂൾ ഏറ്റവും നല്ല സമയമായിരുന്നു? ആരായിരുന്നു? മോർപാലിന്റെ അല്ലെ. ഏറ്റവും ചീത്ത ഇതാ മിഹിറിനാണ് ഏറ്റവും ചീത്ത സമയം. അപ്പൊ അച്ഛ ബുര. അച്ഛ പറഞ്ഞ നല്ലത്, അച്ഛന്റെ വിപരീതമാണ് ബുര. അച്ഛ വിപരീതം ചിഹ്നം എങ്ങനെയാണ് ഇടാട്ടോ? അച്ഛ ബുര. അച്ഛ ബുര വിപരീതമാണത് കേട്ടോ. അച്ഛ ബുര. അപ്പൊ ഏറ്റവും നല്ല സമയം ആരുടെയായിരുന്നു? മോർപാലിന്റെ. ചീത്ത സമയോ? സ്കൂള് ഏറ്റവും ചീത്തതായി തോന്നിയത് ഏതായിരുന്നു? ആരായിരുന്നു? ആരായിരുന്നു? മിഹിർ. ബുരാ സമയം, ബച്പൻ का खराब സമയം, ഏറ്റവും ചീത്ത സമയമായിട്ട് കണ്ടിരുന്നത് ആരായിരുന്നു? മിഹിർ. മോർപാലാണ് ജീവന്റെ ഏറ്റവും നല്ല സമയമായിട്ട് കണ്ടിരുന്നത് മോർപാലായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഡിഫറൻസ് നമ്മൾ നല്ലപോലെ പഠിക്കണം. इसके जीवन में स्कूल सबसे अच्छा समय था, वो मोरपाल. कौन घर की कमरतोड़ मेहनत और खेत मजदूरी करता? ആരാണ് വീട്ടിലത്തെ ജോലികളും എല്ലുമുറി പണിയും പിന്നെ വയലിലൊക്കെ പണിയെടുത്തിരുന്ന? മോർപാൽ. ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. നല്ല പോലെ സ്റ്റോറി മനസ്സിലായതുകൊണ്ട് ഇതിൽ രണ്ട് കഥകൾ ഒരുമിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റോറിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നത്. മിഹിറും മോർപാല് പഠിക്കേണ്ട ഒപ്പം അവന് വീട്ടിലത്തെ എല്ലാ ജോലികളും, കൃഷിയിലും ഖേത്ത് മസ്ദൂരി, കമർത്തോട് മെഹനത്ത്, വീട്ടിലത്തെ എല്ലാ കമർത്തോട് മെഹനത്ത് പറഞ്ഞ കഠിനമായി പരിശ്രമിക്കുക, വീട്ടിലെ ജോലികളും ഒക്കെ പരിശ്രമം ചെയ്തിരുന്നു. ഖേത്ത് മസ്ദൂരി അതിനുള്ള വയലുകളുടെ ഖേത്തിലുള്ള ജോലിയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് അവൻ സ്കൂളിലേക്ക് പഠിക്കാൻ വന്നിരുന്നത്. കമർത്തോട് മെഹനത്ത്. കമർത്തോട് പറഞ്ഞ നല്ല പണി എടുത്തിട്ടാണ് അവൻ സ്കൂളിലേക്ക്. അപ്പൊ അവര് വീട്ടിലത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. എന്താണ് അവരെ വീട്ടില്
കഴിക്കാനോ ഇതിനൊന്നും ഭയങ്കര കഷ്ടപ്പെടും. പക്ഷെ പാവപ്പെട്ട ഗരീബ് പരിവാർ ഥ. എങ്ങനെയായിരുന്നു മോർപാലിന്റെ ഫാമിലി? ഗരീബ്. ഗരീബ് പറഞ്ഞ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് കുട്ടി വന്നിരുന്നത്. എന്തായിരുന്നു? ഗരീബ്. നമ്മൾക്ക് ഇതിൽ രണ്ട് പേരെയും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് രണ്ട് കുടുംബത്തിന്. മറ്റേത് ഗരീബ്, അമീർ. അമീർ പറഞ്ഞ പൈസ ഉള്ള അപ്പൊ അതാരായിരുന്നു? മിഹീർ. അപ്പൊ ഗരീബിന്റെ വിപരീതം കൂടിയാണ് അമീർ. എന്താണ്? അമീർ. ഗരീബ്, ഗരീബ്, അമീർ. ഗരീബ് എഴുതാട്ടോ. ഗരീബ്, അമീർ. അപ്പോ ഇത് മനസ്സിലാക്കാൻ പറ്റും. മോർപാലിന്റെ വീട്ടിലത്തെ അവസ്ഥ वो गरीब परिवार था और मिहिर का परिवार अमीर था. खाने में वो छाछ लाता मोरपाल और मिहिर चावल और राजमा लाता था. मोरपाल को स्कूल जाना पसंद था, मिहिर को स्कूल जाना नहीं पसंद था. मोरपाल को के पास अच्छा वस्त्र, कपड़ा, अच्छा वस्त्र ഏതായിരുന്നു? യൂണിഫോം ही था, मगर मिहिर के पास अच्छे अच्छे बेहतर कपड़े थे. और स्कूल उसके लिए, मिहिर के लिए स्कूल एक अच्छा समय नहीं था, मोरपाल के लिए अच्छा समय था बचपन का. മോർപാലിന്റെ കുട്ടിക്കാലം ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു. പക്ഷേ മിഹിറിന് നല്ല ദിവസങ്ങൾ ആയിരുന്നില്ല. ഈ കമ്പാരിസൺ ആണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇതില് നമുക്ക് സർവനാമം ഉണ്ട്. ഹം പ്ലസ് കാ. എന്താണ് ഹം പ്ലസ് കാ പറഞ്ഞാല്? ഹം പ്ലസ് കാ, ഹമാര. ഹം പ്ലസ് കാ പറഞ്ഞാല് ഹമാര. ഹം പ്ലസ് കാ ഹമാര. ഇങ്ങനത്തെ സർവനാമം വരും. അതിന് ശരിയുള്ളത് നമ്മൾ കുറെ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ബാച്ചെ ഖിൽജാന പറഞ്ഞ എന്താണ്? പ്രസന്റ് ഹോണ. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം തരും, കുറെ അർത്ഥങ്ങൾ തരും. അതിന് ഈ അർത്ഥം കണ്ടുപിടിക്കണം. ബാച്ചെ ഖിൽന പറഞ്ഞാല് ക്യാ മത്ലബ് ഹെ? ബാച്ചെ ഖിൽന मतलब പ്രസന്റ് ഹോന. खेल घंटी में मिहिर और मोरपाल का सौदा क्या था? എന്തായിരുന്നു സൗദ? खेल घंटी के टाइम PT പീരീഡിലെ ഒരു സൗദ എന്തായിരുന്നു? खाने का अदला बदली. खेल घंटी में मिहिर और मोरपाल का सौदा था. खेल घंटी PT പീരീഡിൽ എന്തായിരുന്നു? അവര് ഭക്ഷണം എക്സ്ചേഞ്ച് ചെയ്യാം. यानी मिहिर के राजमा चावल मोरपाल के और मोरपाल की छाछ मिहिर की. എന്റെ അർത്ഥം എന്താണ്? മോർപാൽ കൊടുന്ന ഛാജ് ആർക്ക്? മിഹിറിന്. മിഹിർ കൊടുന്ന രാജ്മ ചാവൽ ആർക്കാണ്? മോർപാലിന്. ഇതായിരുന്നു ഇവര് രണ്ടുപേരെയും എക്സ്ചേഞ്ച് ചെയ്തത്. അതുപോലെ ഇവര് തമ്മിലുള്ള വാർത്ത, കോൺവെർസേഷന് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. മിഹിറും മോർപാല് ലഞ്ച് ടൈമിലുള്ള കോൺവെർസേഷൻ. അരെ മിഹിർ പറയണത്, അരെ മോർപാൽ കേൽ घंटी बजी, हम खाना खाए. हाँ, മോർപാൽ പറയാണ്, മുझे भी भूख लगी है. മിഹിർ അപ്പോഴാണ് അവര് പാത്രം തുറക്കുന്നത്. तेरे इस डिब्बे में क्या है? മോർപാൽ എന്താ പറയുന്നത്? എന്റെ ഈ പാത്രത്തിൽ എന്താണ്? ഛാജ്. വാ ജാനത്തെ ഹോ ഛാജ് മേരി കംസോറി ഹെ. എന്റെ വീക്ക്നെസ് ആണ് ഛാജ്. മോർപാൽ പറയും, സത്യോ? തുമാരെ ടിഫിൻ ബോക്സ് മേ ക്യാ ഹെ? എന്താ നിന്റെ ടിഫിൻ ബോക്സില്? മിഹിർ പറയാണ്, യഹ് തോ രാജ്മാ ഹെ. ക്യാ തുമ്നെ ഇസെ കഭി തക് ഖായാ നഹീ? നീ ഇതുവരെ കഴിച്ചിട്ടില്ലേ? എന്താണ്? ഇവന്റെ പാത്രത്തിലാണ് ആദ്യം മോർപാൽ ഈ സാധനം തന്നെ കാണുന്നത്. മോർപാൽ, നഹീ യാർ, ആജ് പെഹലി ബാർ മേ ഇസെ ദേഖ്താ ഹൂം. മിഹിർ, യഹ് തോ മേരെ ലിയെ സാമാന്യ സി ചീസ് ഹെ. അവന് സാധാരണ സാധനമാണ്. ആർക്ക്? മിഹിറിന് എന്നും കഴിച്ചു കഴിച്ചിന് മടുത്തുള്ളൂ. മോർപാൽ, സച്ച്?
तो तुम हम खाने की अदला बदली करे എന്നാ നമുക്ക് എന്താണ് ഭക്ഷണം അങ്ങോട്ട് ഇവന് മിഹിറിന് തീരെ ഇഷ്ടമല്ല എന്ത് ഈ ഭക്ഷണം ഇഷ്ടം തന്നെ ഇല്ല അപ്പോ പറയാണ് मिहिर जरूर आज से मेरा राजमा तेरे और तेरी छाछ मेरी ഇന്ന് തൊട്ടിട്ട് ഇത് അവസാനം പറയണണ്ട എന്താണ് ഇങ്ങോട്ട് രാജ്മ ചാവല് ആരെ മോർപ്പാലിന്റെ ഛാജ് ആരുടെയാണ് ഛാജ് പിന്നെ മിഹിറിന്റെ അങ്ങനെ ഇവര് രണ്ടുപേരും അവരെ ഭക്ഷണം എക്സ്ചേഞ്ച് ചെയ്യാൻ അങ്ങനെയാണ് ഇവര് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങണത് രണ്ട് നല്ല കൂട്ടുകാരായിരുന്നു അല്ലെ മിഹീറും ഇങ്ങനെ അവരില് എന്താണ് അമീർ ഗരീബ് ഒന്നും ഒരു പക്ഷാഭേദം ഒന്നും ഉണ്ടായിരുന്നില്ല പാവപ്പെട്ടവരാണ് വെച്ചിട്ട് അവരോട് മിണ്ടാൻ പാടില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എങ്ങനെയാണ് അവര് മോർപ്പാലും മിഹീറും മിഹീർ പറഞ്ഞ തീരെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ സ്കൂളിലേക്ക് പഠിക്കാൻ വന്നിരുന്നു ഇത്രയും ദൂരം 15 കിലോമീറ്റർ സൈക്കിൾ ചലാക്കി സ്കൂൾ ആത്താക്കാം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവന് വന്നിരുന്നത് അപ്പൊ അവന് സ്കൂൾ ജാന മിഹീർ കോ പസന്ത് ഥാ എന്നും സ്കൂളിൽ പോവാന് മിഹീറിന് ഇഷ്ടമായിരുന്നു ഏറ്റവും ദിവസം ഏത് ദിവസമാണ് ചീത്ത ദിവസമായിട്ട് കണ്ടിരുന്നത് രവിവാർ കോൺസാ ദിൻ രവിവാർ കാ ദിൻ രവിവാർ പറഞ്ഞാല് അന്ന് ചുട്ടിയാവും അല്ലെ അപ്പൊ അന്നത്തെ ദിവസം അവന് വീട്ടിലിരുന്ന് പണിയൊക്കെ എടുക്കണം സ്കൂളിൽ പോന്നാല് അങ്ങനെ പണിയൊന്നും വേണ്ട പിന്നെ നമുക്ക് രസിച്ച് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം ഷാദി മേ ബി മോർപാൽ എന്താണ് കല്യാണത്തിനും എന്താണ് ഏതിലാണ് കാണുന്നത് യൂണിഫോം പാൻകർ ആത്താത്ത മിഹീർ കാ മിത്ര മോർപാൽ എങ്ങനെയായിരുന്നു മിഹീർ കാ മിത്ര മോർപാൽ റോജ് സ്കൂൾ ആത്താത്ത നമ്മളുടെ ഈ ഇതിൽ നോക്കാം മോർപാൽ എങ്ങനെയിരുന്നു മോർപാൽ രാജ്മ ദേഖ്തെ ഹി ഖുഷ് ഹോ ജാത്ത അല്ലേ എങ്ങനെയായിരുന്നു അവന് എന്ത് സന്തോഷമായിരുന്നു ആർക്ക് മോർപാലിന് രാജ്മ ദേഖ്തെ ചാവൽ രാജ്മയും കാണുമ്പോ സന്തോഷം മിഹീറിന് എന്താണ് മിഹീർ ഘർ സെ രാജ്മ ലാത്ത പിന്നെ കീമത്തി കപ്പടെ ഖരീദത്ത ആരാണ് വില കൂടിയ വസ്ത്രം അതും മിഹീർ സ്കൂൾ സെ ബഹുത് ദൂർ रहता സ്കൂൾ കുറെ ദൂരെയാണ് താമസിച്ചത് 15 കിലോമീറ്റർ എങ്ങനെ വന്നിരുന്നത് സൈക്കിൾ ഛാജ് കാൽ ഡിബ്ബ ലാത്ത അതാരായിരുന്നു മോര് കൊടുത്തിരുന്നത് അതും ആരായിരുന്നു മോർപാല് അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് പഠിച്ച നിങ്ങൾക്ക് ഡിഫറൻസ് മുഴുവനും ഓർമ്മിച്ചിരുന്നു അപ്പൊ മോർപാല് എന്തൊക്കെയാണ് ചെയ്തത് രാജ്മ ദേഖ്തെ ഹി ഖുഷ് ഹോ ജാത്ത था स्कूल से बहुत दूर रहता था छाछ का डिब्बा लाता था मिहिरा घर से राजमा लाता था कीमती कपड़े खरीदता था അപ്പൊ അതുപോലെ മറ്റ് പേജിലുണ്ട് ഇതിലെങ്ങനെ വരിക റോജ് സ്കൂൾ ജാന ഏതാണ് ആർക്കാണ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല മിഹീർ അല്ലേ रोज स्कूल जाना मिहिर को पसंद नहीं था ഷാദി മേ ബി മോർപാൽ ഷാദി കല്യാണത്തിന് മോർപാലിനെ എങ്ങനെ കണ്ടിരുന്നു പറഞ്ഞേ യൂണിഫോമിൽ അല്ലേ ഏത് നിറത്തില് നീലി കാക്കി യൂണിഫോം പെഹൻകർ ആത്താ था മിഹീർ കാ മിത്ര മോർപാൽ എന്തായിരുന്നു ഇഷ്ടം സ്കൂൾ റോജ് സ്കൂൾ ആത്താ था എന്നും സ്കൂൾ ഹാജർ പോവാതിരിക്കാൻ വേണ്ടി എന്നും സ്കൂളിലേക്ക് രവിവാർ കി ചുട്ടി ഞായറാഴ്ച ഉള്ള ലീവ് ആണെങ്കിൽ എന്താണ് ഏറ്റവും മോർപാൽക്കോ ബുരി ലഗ്തി थी ആർക്കാണ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല മോർപാലിനാണോ മിഹിറിനൊന്ന് പറഞ്ഞേ ഞായറാഴ്ച ലീവ് ആണെങ്കിൽ ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല മോർപാൽക്കോ ബുരി തര ലഗ്തി थी സ്കൂൾ की छुट्टी मिलने पर എന്താണ് ലേഖക് ഘർ മേ ഖുഷി മാനതാ था സ്കൂളിൽ മഴയൊക്കെ പെയ്ത അല്ലെ തന്നെ മടി ആർക്കായിരുന്നു മിഹിറിന് അല്ലെ സ്കൂളിൽ പോകില്ല അപ്പൊ എന്തെയും ലേഖകനാണ് മിഹിർ അല്ലെ അപ്പൊ മിഹിർ എന്ത് ചെയ്തിരുന്നു ചാടി കളിച്ചിരുന്നു ഭയങ്കര സന്തോഷം അപ്പൊ ഇതാണ്
ഇതിപ്പോ ആ രണ്ട് മാച്ച് ദ ഫോളോയിങ് ശരിക്കും പഠിക്കുക. रोज स्कूल जाना मिहिर को पसंद नहीं था, शादी में भी मोरपाल यूनिफॉर्म पहनकर आता था। मिहिर का मित्र मोरपाल रोज स्कूल आता था। रविवार की छुट्टी मोरपाल को बुरी लगती थी। स्कूल की छुट्टी मिलने पर देखकर घर में खुशी मनाता था। सो मनाता था। स्कूल की छुट्टी അപ്പൊ ഈ പാഠം നന്നായി വായിക്കുക. ഇതില് രണ്ട് കഥാപാത്രങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും ഇല്ലാത്തതും കാര്യങ്ങളും നല്ലപോലെ വായിച്ച് നോക്കുക. രണ്ട് മോർപാലും മിഹിറിന്റെ ഫ്രണ്ട്ഷിപ്പ്, അവരെ ഇഷ്ടങ്ങളും അവർക്ക് ഇഷ്ടമില്ലാത്തതും എല്ലാം നല്ലപോലെ ഈ രണ്ട് മാച്ച് ദ ഫോളോയിൽ നല്ലപോലെ പഠിക്കുക.